വാർത്തയിലേക്ക് വരുമ്പോൾ കാസർകോട് 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ DNA പരിശോധന നടത്താൻ അന്വേഷണ സംഘം. പീഡിപ്പിച്ചത് പ്രതിയാണെന്ന് ശാസ്ത്രീയമായി തെളിയിക്കാനാണിത്. പ്രതി കുടക് സ്വദേശി PS സലീമിന്റെ രക്തവും മുടിയും ശേഖരിക്കാൻ ഹോസ്ദുർഗ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ അപേക്ഷ നൽകും. KV ബൈജുവിന്റെ റിപ്പോർട്ട് കാണാം. പ്രധാനമായും പ്രതിക്കെതിരെ ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിക്കാൻ ഒരുങ്ങുകയാണ് പോലീസ്. ഇതിനായി ഇയാളെ 5 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടായിരിക്കും നാളെ ഹോസ്ദുർഗ് 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ പോലീസ് അപേക്ഷ നൽകുക. ഇയാളുടെ DNA പരിശോധന നടത്താനുണ്ട്, ഒപ്പം രക്തവും മുടിയും ശേഖരിക്കാനുണ്ട്. ഇത്തരത്തിൽ ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിക്കാനുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയായിരിക്കും പോലീസ് ഇയാളുടെ കസ്റ്റഡി അപേക്ഷ നൽകുക. ഇന്നലെയാണ് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കിയത്. 14 ദിവസത്തേക്ക് റിമാൻഡിലാണ് ഈ പ്രതി. ഇതിനിടയിൽ റിമാൻഡ് റിപ്പോർട്ടിൽ പ്രധാനമായും പോലീസ് പറയുന്നത് ഇയാൾ നേരത്തെയും സമാനമായ കേസിൽ പ്രതിയാണ്, അതായത് പോക്സോ കേസിൽ പ്രതിയാണ്. മാത്രമല്ല ഇയാൾ കവർച്ചാ കേസുകളിലും പ്രതിയാണ്. ഈ സംഭവം നടക്കുന്നതിന് മുമ്പത്തെ ദിവസങ്ങളിൽ ഇയാൾ 2 വീടുകളിൽ കവർച്ച നടത്തിയിരുന്നു. ഇതിന് പുതുതായി കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഒപ്പം ഇയാൾ രാത്രി കാലങ്ങളിൽ തിരിഞ്ഞ് നടക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഇയാൾക്ക് ജാമ്യം നൽകരുത് എന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പ്രധാനമായും പോലീസ് പറയുന്നത്. എന്തായാലും ഇയാൾ സംഭവ സ്ഥലത്തെത്തിച്ച തെളിവെടുപ്പ് നടപടികളൊക്കെ പോലീസ് പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിലും ഇതിൽ ഈ കുട്ടിയുടെ കമ്മൽ ഇയാൾ കൂത്തുപറമ്പിലുള്ള ഒരു ജ്വല്ലറിയിലാണ് വിൽപ്പന നടത്തിയത്. ആ ജ്വല്ലറിയിൽ ഇയാളെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. ഒപ്പം പ്രധാനപ്പെട്ട ഒരു സാക്ഷി കൂടിയാണ് ഈ ജ്വല്ലറി ഉടമ. അതുപോലെ തന്നെ മറ്റ് ചില സാക്ഷികളെ കൂടി ഇത്തരത്തിൽ കണ്ടെത്തേണ്ടതുണ്ട്. അതിന് പ്രധാനമായി ഈ പ്രതിയെ കസ്റ്റഡിയിൽ പോലീസിന് കിട്ടേണ്ടതുണ്ട്. അത്തരത്തിലുള്ള നടപടികളുമായി ഏതായാലും പോലീസ് മുന്നോട്ട് പോകുന്നത്. ഇയാൾ ധരിച്ച വസ്ത്രം ഉൾപ്പെടെ കണ്ടെത്തേണ്ടതുണ്ട്. ആ പരിശോധനയും കസ്റ്റഡിയിൽ ലഭിച്ചാൽ ഉണ്ടാകും. എന്തായാലും ഈ മാസം 15-ാം തീയതിയാണ് ഇത്തരത്തിൽ പടന്നക്കാട്ട് വീട്ടിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി അതിക്രൂരമായി ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയത്. അതിനുശേഷം ഇയാൾ കണ്ണൂരിലേക്ക് കടക്കുകയായിരുന്നു. അവിടെ നിന്നും ബംഗളൂരുവിലും പിന്നീട് മഹാരാഷ്ട്രയിലും ഏറ്റവും ഒടുവിലായി ആന്ധ്രാപ്രദേശിലേക്കും എത്തുന്ന സാഹചര്യമുണ്ടായത്. അവിടെ നിന്നും ഉണ്ടായ 2 ഫോൺ കോളുകളാണ് ഈ കേസിൽ ഈ പ്രതിയെ പിടികൂടാൻ സഹായകമായത്. ഇയാളുടെ ബന്ധുവിനെ ഇയാൾ ഇത്തരത്തിൽ ഫോൺ വിളിക്കുകയും ആ ലൊക്കേഷൻ ട്രാക്ക് ചെയ്ത് പോലീസ് ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും തെളിവെടുപ്പിനിടെ വലിയ പ്രതിഷേധമാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഇയാൾക്കെതിരെ ഇന്നലെ ഉണ്ടായത്. ഏതായാലും പ്രധാനമായും ഈ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തുന്ന എന്നത് പോലീസ് പൂർത്തിയാക്കിയിരിക്കുന്നു. ഇനി മറ്റ് ഇടങ്ങളിൽ കൊണ്ടുപോയുള്ള തെളിവെടുപ്പുകളും ഈ കസ്റ്റഡിയിൽ ലഭിക്കുന്നതിന് മുറക്ക് പോലീസ് ഏതായാലും നടത്തും. ഇയാൾക്ക് മറ്റേതെങ്കിലും കുറ്റകൃത്യങ്ങൾ ഇയാൾ ചെയ്തിട്ടുണ്ടോ എന്ന കാര്യത്തിലും ചോദ്യം ചെയ്യലും ഉണ്ടാകും. അത്തരത്തിൽ ഈ കേസിൽ കൃത്യമായ ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിച്ച് പഴുതുകൾ അടച്ച് അത്തരത്തിലുള്ള കുറ്റപത്രം സമർപ്പിക്കുക എന്നാണ് പോലീസ് പ്രധാനമായും ലക്ഷ്യമിടുന്നത്. അതിനായാണ് ഈ പ്രതിയെ കസ്റ്റഡിയിൽ ഇപ്പോൾ വാങ്ങാൻ അപേക്ഷയും നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്. ബൈജുവിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. വളരെ വേഗം മറ്റ് പ്രധാനപ്പെട്ട ചില വാർത്തകളിലേക്ക് കൂടി എത്തണം. ഇടവേളയ്ക്ക് ശേഷം.